ഹായ് ഫ്രണ്ട്സ്, എജുക്ലൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാരാമെഡിക്കൽ കോഴ്സുകൾ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ +2 റിസൾട്ട് നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ കേരളത്തിനകത്ത് പാരാമെഡിക്കൽ കോഴ്സുകൾ നോക്കുന്നവർ നിർബന്ധമായിട്ടും LBS വഴി ആയിരിക്കും അപ്ലൈ ചെയ്യുക. അപ്പോൾ LBS അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏതെല്ലാം ഡോക്യുമെന്റുകൾ നമുക്ക് ഇപ്പോൾ തന്നെ റെഡിയാക്കി വെക്കാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ ഉണ്ടാവും. അതുപോലെ വാട്സാപ്പ് ലിങ്ക് താഴെയുണ്ട്. മാത്രമല്ല കമന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നോർമലി നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 10th സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്, അതേപോലെ +2 സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ റീസെന്റ് ആയിട്ട് എടുത്ത ഫോട്ടോഗ്രാഫാണ്. പിന്നെ സിഗ്നേച്ചർ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ നമ്മുടെ നാറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ചാലും മതിയാവും. ഓക്കെ. പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഡോക്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത്. ജനറൽ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി നമ്മൾ വല്ല റിസർവ്ഡ് കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഡോക്യുമെന്റ്സ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് വേണ്ടത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്നാണ് നമ്മളത് കളക്ട് ചെയ്യേണ്ടത്. അത് അക്ഷയ വഴിയാണ് അപേക്ഷിക്കുക. അപ്പോൾ ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ മേ ബി നീറ്റ് എഴുതുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് ഇതിന് അക്സെപ്റ്റബിൾ അല്ല. സ്റ്റേറ്റ് വൈസിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് തന്നെ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. പിന്നെ അതേപോലെ നമ്മൾ SC/ST കാറ്റഗറി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ SC/ST പ്രൂവ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. പിന്നെ OEC കാറ്റഗറിയിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ OEC പ്രൂവ് ചെയ്യാൻ വേണ്ട കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. അപ്പോൾ അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഫീസ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അവർ ജനറൽ കാറ്റഗറിയിലായി പോകും. ഓക്കെ. പിന്നെ അതുപോലെ എക്കണോമിക്കലി വീക്ക് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള EWS സർട്ടിഫിക്കറ്റ് ആ കാറ്റഗറിയിൽ വരുന്നവർ അതും റെഡിയാക്കി വെക്കണം. പിന്നീട് നമുക്ക് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അവർ റെഡിയാക്കി വെക്കുക. അതുപോലെ സ്പോർട്സ് കോട്ടയിൽ ഏകദേശം 3-4 സീറ്റ് ഗവൺമെന്റ് സെക്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ സ്പോർട്സ് കോട്ട സ്പോർട്സ് പേഴ്സൺ ആണെന്നുള്ള പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത്. ഇപ്പൊ നമുക്ക് റെഡിയാക്കി വെക്കാൻ പറ്റുന്നത്, അതായത് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ വൺസ് LBS അപ്ലിക്കേഷൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സർട്ടിഫിക്കറ്റിനൊക്കെ ഒരു വാലിഡിറ്റി ഉണ്ടാവും. നോർമലി 6 മന്ത് ഡ്യൂറേഷൻ ഒക്കെയാണ് ഓരോ സർട്ടിഫിക്കറ്റിനും വാലിഡിറ്റി ഉണ്ടാവുക. അപ്പോൾ അതിന്റെ വാലിഡിറ്റി തീർന്നിട്ടില്ല, നമ്മൾ മുമ്പ് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്ത സർട്ടിഫിക്കറ്റുകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ വാലിഡിറ്റി തീർന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി LBS അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണ്, ഇപ്പോൾ കോളേജ് സെലക്ഷൻ, ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ വെക്കുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലെല്ലാം ജോയിൻ ചെയ്തിട്ട് നമ്മളോട് നേരിട്ട് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇൻഫർമേഷൻസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.